സൗണ്ട് ഇല്ലാന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. കേൾക്കുന്നില്ലേ? എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണുക. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ ഈ കുട്ടിയാണ് നമ്മുടെ പൊന്നുമോൻ കാസിം മോനാണ്. കണ്ണൂർ ജില്ലയിൽ ചെപ്പാരപ്പടവിലുള്ള നമ്മുടെ കാസിം മോനാണിത്. സൗണ്ട് കുറവാണെന്ന് പറയുന്നത് എന്താ പ്രശ്നം? കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ കാസിം മോനാണിത്. SMA ബാധിച്ചുകൊണ്ട് ചികിത്സയിൽ ഇരിക്കുന്ന കാസിം മോനാണ്. കാസിം മോന്റെ ചികിത്സയിലേക്ക് നിലവിൽ എത്ര ഫണ്ട് വന്നതെന്ന് അറിയിച്ചത് നിങ്ങൾ? ഇപ്പൊ വന്നിട്ടുള്ള 12,64,00,000. ഒരു സെക്കൻഡ്, എല്ലാവരും സൗണ്ട് ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വരും. 10 മിനിറ്റ്. എനിക്ക് സൗണ്ട് ഉണ്ടല്ലോ, കേൾക്കുന്നല്ലോ. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഉണ്ട്, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോ ഓവർ ശബ്ദം എടുത്തിട്ടാ പറയുന്നത്. ശബ്ദമുണ്ട്. എന്താന്ന് ഒരുപാട് ആൾക്കാര് ശബ്ദം ഇല്ലാന്ന് പറയുന്നുണ്ട്. ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, നല്ല സൗണ്ട് ഉണ്ടേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പോ കുട്ടിക്ക് എത്ര വയസ്സായത്? വയസ്സിപ്പോ 1 വയസ്സും 11 മാസമായി. എനിക്കിപ്പോ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇപ്പൊ 1 മാസം കൂടി ബാക്കിയുള്ളൂ നമുക്ക് മുമ്പില്. 1 വയസ്സും 11 മാസമാണ് നമ്മുടെ മോന് നിലവിലായിട്ടുള്ളത്. അതായത് 2 വയസ്സിന് മുമ്പ് തന്നെ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യല് നിർബന്ധമാണ്. അപ്പൊ ഇനി നമുക്ക് മുമ്പിലുള്ള ചുരുങ്ങിയ ദിവസങ്ങളാണ്. അതായത് 1 മാസം അല്ലെങ്കിൽ അതിൽ കുറവായിട്ടുള്ള ദിവസങ്ങൾ മാത്രം നമുക്ക് മുമ്പിലുള്ളത്. അപ്പൊ നിലവിൽ എത്ര ഫണ്ട് വന്നെന്ന് പറഞ്ഞത്? 1 മാസം കറക്റ്റ് പറയാൻ കഴിയും. മരുന്ന് വരാൻ വേണ്ടിട്ട് കുറച്ച് ടൈം പിടിക്കും. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാണേണ്ടതാണ്. എനിക്കിപ്പോ അടുത്ത മാസം 26-ാം തീയതിയാണ് എനിക്ക് 2 വയസ്സ് പൂർത്തിയാവുന്നത്. അപ്പൊ അതിനു മുമ്പ് മരുന്ന് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പോ അടുത്ത മാസത്തോടു കൂടി നമ്മുടെ കുട്ടിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതായത് 1 മാസം പോലും നമ്മുടെ മുമ്പിൽ ഇനി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാസിമേ മോനെ, കാസി മോനു, വിളിക്കുന്ന കാസിമേ മോനു. ലൈവ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാണ്, നമ്മുടെ വീട്ടിലുണ്ടാവും നമുക്ക് ഇതേപോലത്തെ ഒരു പൊന്നുമോൻ. അവനിപ്പോ ചിരിക്കുന്ന ആ ചിരി കണ്ടോ? ആ ചിരി എന്ന് നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണം. നമ്മുടെ വീട്ടിലുള്ള മോനാണ്, നമ്മുടെ സ്വന്തം മോനാണ്. വീഡിയോയുടെ കൂടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചുരുങ്ങിയ ദിവസങ്ങൾ അല്ലെങ്കിൽ 20-25 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉള്ളത്. അതിനടുക്ക് നമുക്ക് ഈ ഒരു വിഷയം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയൊരു പരാജയത്തിലേക്കാണ് പോകുക. അങ്ങനത്തെ ഒരു പരാജയം നേരിടാൻ നമുക്ക് സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന തുക എത്ര ചെറുതായാലും വലുതായാലും അത് നിങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നമുക്ക് വരുന്ന വെള്ളിയാഴ്ചയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാര്, ഓരോരോ മഹല്ല് കമ്മിറ്റിക്കാര് മുൻകൈ എടുത്തുകൊണ്ട് പള്ളിയിൽ നിന്നൊക്കെ പിരിവ് നടത്തുക. അതുപോലെ തന്നെ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ടാവും, ഒരുപാട് ക്ലബുകൾ ഉണ്ടാവും. അവരൊക്കെ എങ്ങനെയൊക്കെയാണോ ഈ കുട്ടിയുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റിക്കൊണ്ട് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അതേ രൂപത്തിൽ നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും രംഗത്ത് വരണം. ചുരുങ്ങിയ ദിവസമാണുള്ളത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമില്ല. 2 വയസ്സ് പൂർത്തിയാകാൻ ഇനി 1 മാസം പോലും ഇല്ല. ഇപ്പൊ എത്ര പൈസ എന്ന് പറഞ്ഞാൽ 14 അല്ലേ? 14 അല്ല, 12,68,00,000. 12,08,00,000 രൂപയാണ് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്ക് 18 കോടി നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാട്ടൂരിലുള്ള മുഹമ്മദ് മോന്റെ ഫണ്ടിൽ നിന്ന് വന്ന 8.5 കോടി രൂപ നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ അത് സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ആ ഒരു വാർത്ത സത്യസന്ധമായ വാർത്തയല്ല. 8.5 കോടി ലക്ഷദ്വീപിലുള്ള കുട്ടിക്കും 8.5 കോടി നമ്മുടെ കാസിം മോനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൊന്നുമോൻ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കാസിം മോനാണിത്, നമ്മുടെ മോനാണ്. ചെപ്പാരപ്പടവിലുള്ള കാസിം അല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം മോനാണ്.
ആ നിലക്ക് തന്നെ നമ്മുടെ പൊന്നുമോനെ കണ്ടുകൊണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഒരാൾ പോലും ഇപ്പൊ 240ഓളം പേര് ഓൺലൈനിൽ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പോസ്റ്റുകൾ ഈ വിഷയം കൈകാര്യം ചെയ്തു തീരുന്നതുവരെ ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഏറ്റെടുക്കുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാത്ത ഒരൊറ്റ സുഹൃത്തുക്കൾ പോലും ഇപ്പൊ ഓൺലൈനിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പൊന്നുമോനാണ്, ആരും മറക്കരുത് ഇൻഷാ അല്ലാഹ്. കാസിമേ മോനും ടാറ്റ പറഞ്ഞ എല്ലാവരോടും ടാറ്റ പറയും. ടാറ്റ ബൈ ബൈ ആക്ക ടാറ്റ പറഞ്ഞ കാസി ടാറ്റ പറയും. ഇൻഷാ അല്ലാഹ് മുട്ട എടുത്ത മുട്ട എടുത്ത അതാ മുട്ടായിരുന്ന മുട്ടയോ അവനെ മുട്ടായി ഡിസ്പ്ലേ കുത്തിപ്പൊട്ടിക്കാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാരോടും പറയാനുള്ളത്, നമ്മുടെ പൊന്നുമോനാണ്, നമ്മുടെ കാസിം മോനെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ മലയാളികൾ തന്നെ ഏറ്റെടുക്കണം. അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വേണ്ടത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ നമ്മളെ കൊണ്ട് ആകുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ പേജുകൾ ഉണ്ടാവും. അവരൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, അവരൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇടപെടുക. സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി രംഗത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഈ വിഷയം ഏറ്റെടുക്കുക. എല്ലാവരുടെ വാളിലും എല്ലാവരുടെ പേജിലും നമ്മുടെ കാസിം മോന്റെ വിഷയം വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കണം ഇൻഷാ അല്ലാഹ്. മഹല്ല് കമ്മിറ്റിക്കാരോട് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരുപാട് മഹല്ല് കമ്മിറ്റി പ്രവർത്തകരുള്ള ആളുകൾ ഉണ്ടാവും ലൈവൊക്കെ കാണുന്നത്. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ നിന്ന് വരുന്ന വെള്ളിയാഴ്ച ദയവ് ചെയ്ത് ജുമാക്ക് ശേഷം ഒരു പിരിവിന് നിങ്ങൾ തയ്യാറാകണം. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര്, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടാവും. എല്ലാവരും നിങ്ങളെ കൊണ്ട് ഏതൊക്കെ രൂപത്തെ പറ്റുമോ അത്രയും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. പ്രവാസികൾ, നിങ്ങളുടെ റൂമിലുള്ള ആളുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, നമുക്ക് പരിചയമുള്ള യമനികൾ ഉണ്ടാവും, നമുക്ക് പരിചയമുള്ള സൗദികൾ ഉണ്ടാവും, ഖത്തറുള്ളവര്, കുവൈറ്റിലുള്ളവര്, ദുബായിലുള്ളവര്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പൊന്നുമോന്റെ വിഷയത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി പ്രയത്നിക്കണം എന്ന് പറയുന്നു. എന്റെ വീട്ടിലുണ്ട് 2-3 മക്കള്. ആ മക്കളെ സ്ഥാനത്താണ് ഞാൻ ഈ കാസിമിനെ കാണുന്നത്. അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളായിട്ട് തന്നെ, നിങ്ങളുടെ സ്വന്തം മോനായിട്ട് ഈ കുട്ടിയെ നിങ്ങൾ കണ്ടുകൊണ്ട് ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുത്തിനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ കാസിം മോന്റെ ഈ ഒരു ചിരി, പുഞ്ചിരി എന്നും നമുക്ക് കാണാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാതെ ഒരൊറ്റ സുഹൃത്തുക്കളും ഓൺലൈനിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് ആ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കാനാ തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം അല്ലേ? ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരോടും വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സഹകരിക്കുക, സഹായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.